എല്ലാവർക്കും ഉണ്ടാവില്ലേ നാട്ടിലെ കുറച്ച് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. എനിക്കും കേട്ടോ അതേപോലെ ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ചിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ നിക്കാഹാണ് സെപ്റ്റംബർ 4. ഇതൊക്കെ കഴിഞ്ഞിട്ടാവും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനെന്താ കാട്ടിലൂടെ നടക്കണമെന്നല്ലേ, ഇതിലൊക്കെ മുന്നേ വഴി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇതിൽ കയറി പോകുന്നതാണ്. പിന്നെ ഏതായാലും ഒറ്റക്ക് വഴി വെട്ടിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങളെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ കാടും മലയും ഒക്കെ താണ്ടിയിട്ട് ഞാനിതാ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ജെബിനും ഉണ്ട്. ഞങ്ങൾക്കും ഞങ്ങളെ ബ്രൈഡിനും വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ പോണത്. ഇത് പിന്നെ ഇവിടെ സ്ഥിരം ഉണ്ടാവുന്നതാണ് ഈ ബ്ലോക്ക്. അങ്ങനെ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ നിന്ന് ഞങ്ങൾ പിന്നെ കൊണ്ടോട്ടി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോണത് ജെബിക്ക് ഒരു ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് ഐസോണിക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ നോക്കി അവിടുന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫാൻസിക്കാണ്. അവിടെ പോയി കുറച്ച് മിറർ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ഷോക്ക് ഇട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. കൊണ്ടോട്ടി ഇപ്പോൾ വന്നാലും ഇവിടെ കയറാണ്ട് പോവലില്ല. ഇവിടെ വന്നിട്ട് ഞങ്ങളെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ബൊക്കേക്കുള്ള സാധനം എടുത്തിട്ട് അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രഷ് മുല്ലപ്പൂവും വാങ്ങി. ജെബി അവിടെ ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി തിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ബസ് കയറി പോന്നു. ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ പോണത് റാണീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങളെ ബ്രൈഡ് മൈലാഞ്ചി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഞങ്ങളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജെബിൻ. ഇത് ഞങ്ങളെ ബ്രൈഡും ടീച്ചറും കൂടി ആയിട്ടുള്ള ഞങ്ങളെ റീനു. ഇത് ഞങ്ങളെ കൂട്ടത്തിലെ മെഹന്തി ആർട്ടിസ്റ്റ്. ഇതൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും ചേസ് അടിച്ചൊക്കെ കുടിച്ച്. അപ്പോഴാണ് ഇവിടെ ചിലവർക്കൊക്കെ വിശപ്പിന്റെ വിളിയാളം വന്നത്. എന്നാ പിന്നെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് നേരെ സുൽത്താൻക്ക് വിട്ട്. അവിടുന്ന് ഞാനും ജെബിനും ഒരു ഷവർമയും വാങ്ങി. റീനുവിനും റാനിയക്കും സമൂസയും ഉള്ളിവടി വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ മൈലാഞ്ചി ഇടയിലൊക്കെ നിർത്തിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ തിന്നു. അതിന്റെ ഇടയിലാണ് ഇവളൊരു പണിയൊപ്പിച്ച്. ഈ മൈലാഞ്ചി ഇടണതിന്റെ മുന്നേ പറഞ്ഞതാണ് അയച്ചു വെച്ചോ. അപ്പോൾ അയച്ചു വെച്ചു. അപ്പൊ അവസാനം മൈലാഞ്ചി ഇടാൻ പറ്റാതായി. അങ്ങനെ വളരെ സാഹസികമായിട്ട് ജെബിന് കഴിച്ചു. അങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള. ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.